മാർച്ച് 8, 2014 ക്വാലലംപൂരിൽ നിന്നും ബെയ്ജിങ്ങിലേക്ക് പോയ മലേഷ്യൻ എയർലൈൻസ് വിമാനം MH370 കാണാതായ ഇൻസിഡന്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. 239 പാസഞ്ചേഴ്സുമായി പുറപ്പെട്ട MH370 ടേക്ക് ഓഫ് കഴിഞ്ഞ് 39 മിനിറ്റുകൾക്ക് ശേഷം കാണാതാവുകയായിരുന്നു. 2014 മുതൽ 2017 വരെ MH370 വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും ഫ്ലൈറ്റിന്റെ ചെറിയ അവശിഷ്ടങ്ങൾ മാത്രമേ കണ്ടെത്താൻ സാധിച്ചുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം മലേഷ്യൻ ഗവൺമെന്റ് MH370 വേണ്ടി വീണ്ടും തിരച്ചിൽ നടത്തുമെന്ന് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഓഷ്യൻ ഇൻഫിനിറ്റി എന്ന US മറൈൻ റോബോട്ടിക്സ് കമ്പനിയാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. അവരുടെ അഡ്വാൻസ്ഡ് ഡേറ്റ അനലിറ്റിക്സ് ആൻഡ് റോബോട്ടിക്സ് ഉപയോഗിച്ചാണ് MH370 കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഡിസംബർ 30 തുടങ്ങുന്ന 55 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഓപ്പറേഷൻ 15,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉള്ള ഹയസ്റ്റ് പ്രോബബിലിറ്റി ഏരിയയിലാണ് നടക്കുക. സാറ്റലൈറ്റ് ഡേറ്റയും മറ്റ് ടെക്നോളജീസും യൂസ് ചെയ്ത് MH370 ഡെബ്രി കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള ഏരിയയാണിത്. ഈ ഓപ്പറേഷനിൽ 6000 മീറ്റേഴ്സ് വരെ താഴ്ചയിൽ പോകാൻ സാധിക്കുന്ന AUVs വരെ ഓഷ്യൻ ഇൻഫിനിറ്റി ഉപയോഗിക്കുന്നുണ്ട്. MH370 പാസഞ്ചേഴ്സിന്റെ റിലേറ്റീവ്സ് ഇപ്പോഴും ഒരു ക്ലോഷർ കാത്തിരിക്കുകയാണ്. ഈ ഫ്ലൈറ്റിന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഓഷ്യൻ ഇൻഫിനിറ്റിക്ക് സാധിക്കട്ടെ.